വാട്സാപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈൻക്രാഫ്റ്റ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻവെൻറ്ററി നോക്കിയാൽ അയണാക്സ് കാണും. അത് ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്തിട്ട് അങ്ങനെ ഒപ്പിച്ചാണ് ഇത്. പിന്നെ ഞാൻ ബാമ്പു പൊട്ടിച്ചിട്ട് അത് ഫാർം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ഫാർമിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഞാൻ ഓഫ് ക്യാമറ ചെയ്യുന്നത്. ഇത്തിരി ചെയ്തുള്ളതുകൊണ്ട് നമ്മുടെ ബാമ്പു ഒക്കെ നന്നായി വളർന്നുണ്ട്. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഈസിയായി എക്സ്പ്ലോർ ചെയ്യാൻ. എൻ്റെ വണ്ടി ഏതെന്ന് കണ്ടോണേ, ബുഗാട്ടി. എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടെന്ന് തോന്നുന്നു. അവിടെ ഉണ്ട്, അതാണ് എൻ്റെ വണ്ടി. തൽക്കാലത്തിന് കൊണ്ട് നമുക്കിപ്പോൾ നീന്തി പോകേണ്ടി വരും. ഇവിടെ അടുത്തൊരു ലാൻഡ് ഉണ്ട്. അത് ഞാൻ ബേസ് വെക്കുന്ന ഈ ഐലൻഡില്ല, ആ ഐലൻഡ്, വില്ലേജുള്ള ഐലൻഡ്. ഞാനിപ്പോൾ ഇതുണ്ടാക്കിയേ. തൽക്കാലത്തിന് ഞാൻ ഇവിടെ ഒരു പാലം സെറ്റ് ചെയ്യും. കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തായാലും സെറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എത്തി ചാർജൊക്കെ ഉണ്ട്, നിറയെ ചാർജുണ്ട്. ഇപ്പോഴാണ് തോണ്ടേ എൻ്റെ നിറയെ ചാർജ് ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ എനിക്കുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാം. പിന്നെ ഞാനൊരു ഷിയാസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ഷീപ്പിനൊക്കെ പിടിച്ചിട്ട് എൻ്റെ ഷിയാസ് ഉണ്ടാക്കാൻ ആയാണ് ഞാൻ സ്മെൽറ്റ് ചെയ്യാനിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമല്ല, ഓഫ് ക്യാമറ ഗ്രൈൻഡിങ്ങിൽ ഞാൻ ചെയ്ത ഇതാണ്. അതുകൊണ്ട് എൻ്റെ 5 അയൺ കെട്ടിയിരിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരു ഷിയാസ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഈ ആക്ഷൻ സ്റ്റഫ് പുതിയ അപ്ഡേറ്റ് ആട്ടോ. ഇതിൽ നമുക്കിപ്പോൾ അതുകൊണ്ട് ഈ കസ്റ്റം ആനിമേഷനൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നിറയണത്തിനുണ്ട്. അതുകൊണ്ട് അയണിൻ കെട്ടൊക്കെ ഉണ്ട് അതിൽ. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് പോയാലും കുഴപ്പമില്ല. കാരണം ഞാൻ 2 ബെഡ് ഉണ്ടാക്കി. ഇത് ഓഫ് ക്യാമറ ഗ്രൈൻഡിങ്ങിലല്ല, കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടാക്കിയത്. ഈ വാട്ടർ ബക്കറ്റ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടാക്കിയതായിരുന്നു. ഞാൻ MLG പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എൻ്റെ പ്രോ ലെവൽ MLG ചെയ്യാൻ. പിന്നെ അതുകൊണ്ട് ഞാൻ ബാമ്പു നട്ടില്ലേ, അത് സ്ട്രിങ് വെച്ചില്ല. എത്ര വേണമെങ്കിലും വളരാലോ, അത് നല്ലതല്ലേ. നമുക്ക് അത്രയും ബാമ്പു കിട്ടും. അതുകൊണ്ട് ശിവൻ ഇവിടെ കറങ്ങുന്നോണ്ടാ. അതുകൊണ്ട് ഇവൻ ഇതിൽ കൂടി കറങ്ങി നടക്കുന്നുണ്ടാ. എൻ്റെ വേറെ ബെഡില്ലേ, അതെടുത്തിട്ട് നമുക്കിപ്പോൾ ദൂരത്തോണ്ട് വെച്ചാൽ പറഞ്ഞാൽ ഏകദേശം കൊണ്ട് ഇവിടെയൊക്കെ വെച്ചാൽ സുഖമായി കിടക്കും. അതുകൊണ്ട് ഇങ്ങനെ അമർത്തി പിടിക്കും. അതുകൊണ്ട് നമുക്ക് പിന്നെ വേണ്ട. എങ്ങനെയുണ്ട് എൻ്റെ വേൾഡ്? ഞാൻ വേൾഡ് ഡൗൺലോഡ് തരാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല കേട്ടോ. ഞാൻ കുറച്ചും കൂടി പ്രോഗ്രസ് ചെയ്തിട്ട് തരാം. കാരണം എനിക്കൊരു ഫിഷിംഗ് റോഡ് സെറ്റ് ചെയ്യണം. എനിക്ക് മീൻ പിടിച്ചാലേ ഇവിടെ ഇപ്പോൾ ഫുഡ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇല്ലാതെ എനിക്ക് ഫുഡ് സോഴ്സ് കിട്ടത്തില്ല. പക്ഷേ എൻ്റെ വേൾഡിൽ ഞാൻ ഇതുവരെ ഒരു സ്പൈഡറിനെ കണ്ടിട്ടില്ല. നമ്മൾ ലോഡാവാത്ത ചങ്കി പോകണം. ഈ ലോഡായ ചങ്ക, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കെല്ലാം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ഹാർവെസ്റ്റ് ആണല്ലേ, ഇതുകൊണ്ട് ആക്സ് വെച്ചിട്ടല്ലേ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. താകെ 2 കിട്ടുള്ളൂ, കുഴപ്പമില്ല. ഇത് ഇച്ചിരിയേ കിട്ടുള്ളൂ. ഇത് ചിലപ്പോൾ നിറയെ കിട്ടും. ഇത് ഇച്ചിരിയേ കിട്ടത്തുള്ളൂ. ഇത് നിറയെ കിട്ടും. ആദ്യത്തെ ചെറിയ പറ്റിപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഓക്കെ, ഇതിന് ഇച്ചിരി അധികം കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും അധികം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കളക്ട് ചെയ്ത് തിരിച്ച് നട്ട് വെക്കുന്നില്ല. അതങ്ങനെയാണ്. തിരിച്ച് നട്ട് വെച്ചാലേ പിന്നെയും വളരും. നിറയെ കിട്ടും, പക്ഷെ നിറയെ കിട്ടിയാലും നിറയെ ടൈം എടുക്കും. നമുക്ക് ടൈം എടുത്തിട്ടുള്ളത് വേണ്ട. നമുക്ക് ടൈം എടുക്കാത്ത ഒരു എന്നാലും ലാഭം അതാണ്. പക്ഷെ നമുക്ക് ലാഭം വേണ്ട. അങ്ങനെ സെറ്റ് ചെയ്താൽ ലാഭമാണ് ശരിക്കലും. ലാഭം ശരിക്കലും നല്ല ലാഭമാണ്. സത്യമാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ലാഭം വേണ്ട. നമുക്ക് എക്സ്പ്ലോറിങ് ബെഡ് നീല കളറാക്കാമെന്ന് ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് വിചാരിച്ചു. ആ സമയത്തായിരുന്നു ഡെയിലത്തെ ചാർജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇവിടെ മറന്നെടുത്തിട്ട് അത് ഞാൻ ബ്ലൂ ഡൈ ആക്കിയിട്ട് എനിക്ക് എൻ്റെ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ്ങിൽ
ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് അല്ലേ എപ്പോഴും. എൻ്റെ ഇത് മറ്റേത് നമ്മുടെ നീല ബെഡ് ഉണ്ടാക്കാം. അപ്പം എൻ്റെ ഏത് കളർ ബെഡിൽ നിന്ന് നോക്കിയാൽ അതുകൊണ്ട് നീലയുണ്ട്. ഇതെന്ത് ചുവപ്പാണ് കണ്ട നീല വാട്ടർ. വെള്ള കാണിക്കുന്ന പൂവ് അതിലായിരുന്നു. അത് കുറച്ചും കൂടി സെറ്റായിരുന്നു. പിന്നെ അവളെ വെക്കാൻ പറ്റത്തില്ലല്ലേ, ക്രോപ്സിൻ്റെ അവളെ വെക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അതുകൊണ്ട് നമുക്ക് അണ്ടർഗ്രൗണ്ടിലെ റിച്ച് ആവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വാട്ടർ ഇല്ല, എന്താ പറയുക, നമ്മുടെ ഇതില്ലേ ഇങ്ങനെ വെച്ചിട്ട് പോവാം. ഇത് റിച്ച് ആവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് പോകാമല്ലോ ബെഡ്. അതിന് വൂൾ ഫാർം വേണ്ടി വരും. എൻ്റെ തൽക്കാലത്തിന് നിറയെ വുഡ് ഉണ്ട്. തൽക്കാലത്തിന് നിറയെ വുഡ് ഉണ്ട്. ഇതൊന്നും പോരായിരിക്കും. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ കയറിയിട്ട് നമുക്കിപ്പോൾ വീട് പണിക്ക് റീസോഴ്സസ് ഇന്നത്തെ എപ്പിസോഡ് ഗ്യാദർ ചെയ്യണം. അതൊക്കെ പിന്നെ നോക്കാം. അയ്യോ, നമുക്ക് സ്റ്റിക്കും വേണം ഉണ്ടാക്കാൻ. തൽക്കാലത്തിന് 2 സ്റ്റിക്ക് ഇരിക്കുന്നുണ്ട്. ഇപ്പം 3 ഉണ്ടാക്കാം. എനിക്ക് ബാമ്പു ഇല്ലേ, അത് വെച്ച് ഈ ബാമ്പു 30 ഉണ്ടല്ലോ, അത് വെച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാമല്ലോ. ഇത് നമുക്ക് കറക്റ്റ് നടുക്കിന്ന് സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇത് മൊത്തം അങ്ങനെ സ്റ്റിക്കാക്കാമല്ലോ. ഇതുകൊണ്ട് 15 കിട്ടിയിട്ടുണ്ട്. 15 കിട്ടി. 15 അല്ലല്ലോ. അതങ്ങനെയാണ്, അങ്ങനെ കിട്ടത്തുള്ളൂ. അയ്യോ, ഞാൻ പൊട്ടനായി. എല്ലാം ക്രാഫ്റ്റ് ചെയ്യണ്ടായിരുന്നു നമുക്ക്. അതും വേണം. ഏത് നമ്മുടെ ഇതില്ലേ മറ്റേത് നമ്മുടെ മറ്റേത് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഓക്ക് ഫെൻസ് കയറ്റി, നമ്മുടെ ഓക്ക് ഫെൻസ് കയറ്റുന്നത് അത് വേണമായിരുന്നു. കൊച്ചു റിച്ചാവാണെങ്കിൽ നമുക്ക് ഓക്കിലോക്ക് പ്ലാങ്ക് ആക്കാണ്ട് വെക്കാൻ. അത് ഞാൻ ഒരിക്കലും റിച്ചല്ല. അതുകൊണ്ട് അവിടെ 2 ഷീപ്പുണ്ട്. അപ്പം നമുക്ക് അവന്മാരിനെ പിടിച്ചുകൊണ്ട് ഇത്രോട്ടൊന്നും വളർന്ന തൽക്കാലത്തിന് വേണ്ട. എന്നിട്ട് നമുക്കിത് പ്ലാങ്ക്സ് ആക്കാം കംപ്ലീറ്റ്ലി. അതുകൊണ്ട് ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ബാക്കി ഉണ്ടാക്കിയിട്ട് പിന്നെ 4 വേണം. അതെനിക്ക് മുമ്പേ തോന്നിയിരുന്നു. അതുകൊണ്ട് പേരമായിട്ട് ഇനി ഒരു ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന വുഡിന് ക്ഷാമമാണ് ശരിക്കും. കുറച്ച് ക്ഷാമം സെറ്റാവുകയാണെങ്കിൽ പിന്നെ നമ്മൾ റിച്ചാന്ന് പറയാം. അതുകൊണ്ട് നമ്മുടെ ടോർച്ചൊക്കെ കൊടുക്കാം. ഷീപ്പ് കൂട്ടന്മാരെ നമുക്ക് ഇപ്പം തൽക്കാലത്തിന് വീട്ടില്ലല്ലോ കയ്യിൽ. ഞാൻ ഇവിടെ അങ്ങനെ പറ്റിയ. പിന്നെ ബെഡ്റോക്കിൻ്റെ കാര്യം പറഞ്ഞാൽ കിട്ടിയില്ല. നോക്കട്ടെ, ഇന്നത്തെ ഒരു എപ്പിസോഡും കൂടി ഞാൻ നോക്കിയിട്ട് പറയാം. കിട്ടുകയാണെങ്കിൽ ഞാൻ കളിക്കുമല്ലോ. കിട്ടിയ അന്നത്തെ തന്നെ ഞാൻ ബെഡ്റോക്ക്. പിന്നെ ഞാൻ ഹാർഡ് കോർ സീരീസ് തുടങ്ങാൻ പ്ലാനുണ്ട്. അത് നമ്മളിപ്പോൾ റിവീൽ ചെയ്യണില്ല, നമുക്ക് പിന്നീട് റിവീൽ ചെയ്യാം. അതല്ലേ നല്ലത്. കുറച്ചും കൂടി നമ്മുടെ അയണാക്സ് വെച്ചിട്ട് കുറച്ചും കൂടി പൊട്ടിച്ചെടുക്കണം. ഇത്രയും ലെങ്ത് പാടില്ല. നമ്മുടെ ഇത് കുറച്ചും കൂടി വെട്ടണം. ഏകദേശം ഇതുവരെ അത്രയ്ക്കുള്ള നമ്മുടെ കയ്യിൽ വുഡില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെട്ടി വെക്കുന്നത്. ആമാർക്കല്ലെങ്കിൽ ഇത്ര സൈറ്റൊന്നും വേണ്ടല്ലോ അത്രയ്ക്ക്. അതുകൊണ്ട് മതിയല്ലോ. നമ്മുടെ ഒരു കാർപ്പറ്റും കൂടി ഇരിക്കണമായിരുന്നു. വേണ്ട തൽക്കാലത്തിന്. പറ്റുകയാണെങ്കിൽ നമുക്ക് അതും കൂടി വേണം. നമ്മൾ മറ്റേത്
എന്ത് നമ്മുടെ മറ്റേത് ഏത് മറ്റേത് നമ്മുടെ ഏത് വീറ്റ് അല്ലെങ്കിൽ അത് പെട്ടെന്ന് വളരണമെങ്കിൽ ബോൺ മീൽ വേണം. തൽക്കാലത്തിൽ തള്ളിക്കൊണ്ടുപോവുക, സോഡ കാണിച്ച് പേടിപ്പിക്കാം. ബ്രോ വാ, ഇങ്ങനെ നിന്നെ കൊല്ലുന്ന വാ മര്യാദയ്ക്ക് വാട്ടാ, പാവല്ലേ നീ. വാ നമുക്ക് തൽക്കാലത്തിന് ഇപ്പത്തേക്ക് കിട്ടത്തില്ല. ഉണ്ട് അവിടെ വൂളുണ്ട്, പക്ഷേ എനിക്ക് വൂൾ ഫാർം വേണം. നമുക്ക് അത് വളരുന്നവരെ നമുക്ക് സ്കെലട്ടനെ കിട്ടിയാൽ ചിലപ്പോൾ ആ സ്കെലട്ടൻ നമ്മുടെ വണ്ടിയില്ലല്ലോ, നമ്മുടെ വഞ്ചി ഇതിങ്ങനെ കറക്റ്റ് എടുത്തിട്ട് പോവാം. തൽക്കാലത്തിന് ഇപ്പോൾ ഇവിടെ നിർത്തേക്കാം. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ വീഴും. ഞാൻ അവിടെ പോയിട്ട് വൂളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇത് വളർന്നില്ല. ഞാൻ ഒരൊറ്റ വരികളും ഞാൻ വല്ലതും ചെയ്യണം. കരഞ്ഞ് ആലോചിക്കേണ്ടി വരും. ഒന്ന് വാടാ. വില്ലേജ് ഉണ്ടല്ലോ, വില്ലേജിൻ്റെ കാര്യം ഞാൻ മറന്നു. അവിടെ നമുക്ക് ഈ ഹേബയിലുണ്ടല്ലോ, ഞാൻ മൊത്തം കളക്ട് ചെയ്തിട്ടില്ല. അതന്നെ, നമ്മൾ അവിടെ മൊത്തം കളക്ട് ചെയ്തില്ല. അത് ശരിയായി, അത് നല്ല കാര്യമായി. ഹായങ്കുളത്തിനെ കൊല്ലാൻ ഉപയോഗിച്ച സാധനം ഇതുവരെ വെട്ടിയെടുത്തിട്ടില്ല. കേട്ടെ, ഓക്ലാങ്ങിന് ക്ഷാമമാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചു തരാം കേട്ടോ. മൈൻക്രാഫ്റ്റ് പുതിയ അപ്ഡേറ്റ് ആണ് ആഫ്നാൻ സ്റ്റഫിൻ്റെ ഒരെണ്ണം മതി. നമ്മുടെ പ്രിൻ്റ് സാധനമില്ല, അത് വെച്ചിട്ട് പോകാം. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ബാക്കിയുള്ള 4 മിനിറ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ റിസോഴ്സ് ഗ്യാതറിങ് ചെയ്യണം. പെട്ടെന്നോട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട്. എൻ്റെ ഈ ആക്നാൻ സ്റ്റഫ് പുതിയ അപ്ഡേറ്റ് അല്ലേ, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഓക്സ് ലാബിനൊക്കെ ഒരു പുതിയ ടെക്സ്ചർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരണം. അത് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കം തന്നെ കാണിക്കണം എന്ന് വിചാരിച്ചു. ബിർച്ചാണ് നല്ലത് കേട്ടോ ആ ഫ്ലോറിന്. അപ്പോൾ ഞാൻ ബിർച്ച് സ്ലാബ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഇതാ സാധാരണത്തിന് ഇങ്ങനെയല്ലേ, ഇതിപ്പോൾ 2 എണ്ണം വെച്ചാൽ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കണ്ടോ. മാറ്റി വെക്കാം കേട്ടോ, വേറെ വന്നിട്ടേ ഇരിക്കും. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ വെച്ചു. അതുകൊണ്ട് ഇപ്പം ചിലപ്പോൾ വേറെ അല്ലേ വരുന്നത്, അല്ല അപ്പോൾ ഇല്ല. നമുക്ക് ഓക്ലോഗ് നമുക്ക് തൽക്കാലത്തിന് നമ്മുടെ ഇതിന് ഉപയോഗിക്കാം. ഏത് ഫ്ലോറിനല്ല, നമ്മുടെ വാളിന് ഓക്സ് സ്ലാബ്. അതിന് ഇത്തിരി നല്ല ചീപ്പാണ്. ഇന്നത്തെ നൈറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഈ വാട്ടർ ബക്കറ്റ് വാ. ഇത് വേണ്ട. നമുക്ക് ഇന്നത്തെ രാത്രി സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് അടുത്ത റിസോഴ്സസ് കളക്ട് ചെയ്യാം. 13 ബാക്കി 2 മിനിറ്റ് ഉണ്ടാവുള്ളൂ, സീനില്ല. ഞാൻ പെട്ടെന്ന് പോയി കണക്ട് ചെയ്യാം. എൻ്റെ വണ്ടി അവിടെ ഇരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അടുത്ത എപ്പിസോഡിൽ ഞാൻ എന്തായാലും ഷീപ്പിനെ പിടിച്ചിടും, അല്ലെ ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് പിടിക്കാം കേട്ടോ. നമുക്ക് ഇതുകൊണ്ട് ഇത്തിരി ഓക്ലോഗ് വേണം. ഇത്തിരി മതിയില്ല, ഇച്ചിരി അധികം വേണം. എന്തായാലും ഇപ്പം തന്നെ നമുക്ക് ഫുള്ള് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ എപ്പിസോഡ് ഇച്ചിരി ഷോർട്ടായിരിക്കും. എന്നും എനിക്ക് വലിയ വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ഇച്ചിരി പാടാതൊക്കെ. തൽക്കാലത്തിന് ഒരു 16 മിനിറ്റിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. 16 മിനിറ്റ് ഒന്നും കുഴപ്പമില്ല. 16 മിനിറ്റൊക്കെ എൻ്റെ ഡിവൈസ് നോക്കാം. അതുകൊണ്ട് ആ ജംഗിൾ ലോഗ് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപയോഗിക്കാം. ഈ ചിസിൽഡ് വുഡ് എന്ന് പറയാം, ചിസിൽഡ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മളിതാ വെച്ച് അതാണ് നല്ലത്. അതുകൊണ്ട് ഇത്രയും വുഡ് മതിയാവും, വുഡൊക്കെ ഇത്ര മതിയാവും എനിക്ക്. എന്നാലും പോരാ, ഒരു 2 മരം കൂടി വെട്ടേണ്ടി വരും. പിന്നെ ഞാൻ ഫ്ലോറിൻ്റെ കാര്യം പറഞ്ഞില്ല, അപ്പോൾ ബ്രിഡ്ജും കളക്ട് ചെയ്യണം. ബ്രിഡ്ജ് ഇച്ചിരി മതിയില്ല. ഈ ബ്രിഡ്ജ് ഇച്ചിരി മതി, കാരണം ഇനി നമ്മൾ ടെക്സ്ചർ വെച്ചാൽ കളിക്കാം. ടെക്സ്ചർ വെച്ച് മൈൻക്രാഫ്റ്റ് ബിൽഡ് ചെയ്യാം. ഇപ്പം ഞാൻ ബേസ് സെറ്റ് ആയിട്ട് ഞാൻ മിക്കവാറും വേൾഡ് ഡൗൺലോഡ് വരും. അതെന്തിനാ എത്ര നേരത്തെ കൊടുക്കണമെന്ന് വെച്ചാൽ കാര്യമുണ്ട്.
നേരത്തെ കൊടുത്താലേ കാര്യമുള്ളൂ. അതുകൊണ്ട് ബിർച്ച് ഇത്ര മതി. നീ ഇത്തിരി കോബിൾ സ്റ്റോണും കൂടി കളക്ട് ചെയ്യുക. അയൺ പിക്കാക്സ് എന്നാ ഉണ്ടാക്കാത്തതെന്ന് വെച്ചാൽ പിക്കാക്സ് ആവശ്യമുണ്ടല്ലോ. മിക്കവരും ആദ്യം തന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കുക. ഞാൻ പക്ഷേ എൻ്റെ MLG ടാലൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം എൻ്റെ ഇതാണ് ഉണ്ടാക്കുക. ഏത് വാട്ടർ ബക്കറ്റ്. നമുക്ക് ഇത്തിരി കോബിൾ സ്റ്റോണും വേണം. കോബിൾ സ്റ്റോൺ സ്ലാബ് ഞാൻ ട്രൈ ചെയ്തില്ല. ഞാൻ ഇന്നത്തെ എപ്പിസോഡിലത്തെ ലാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു ചെയ്തിരിക്കും. എൻ്റെ ടോർച്ച് ഉണ്ടല്ലോ, അതിനാ ഈ വീട് പണിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ക്രാഫ്റ്റ് ചെയ്തതാണ്. അത് ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ചെയ്താണ്. അയൺ ആക്സൊക്കെ പൊട്ടാറ്. എൻ്റെ അയൺ സ്വാഡിന് നല്ല ഹെൽത്ത് ഉണ്ട്. കാരണം ഞാൻ ഇതുവരെ നല്ല ഫൈറ്റൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇത്തിരി കൂട്ടിലെടുത്താൽ ഇത്ര മതിയായിരിക്കും. ഇതിലൊരു 3 എക്സ്ട്രാ കളക്ട് ചെയ്യണം. 4 കളക്ട് ചെയ്താൽ ഓക്കെ. അപ്പം ഞാൻ പോട്ടെ. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. എന്നുണ്ട് ഈ വഴിയാണ് പോകേണ്ടത്. പിന്നെ ഇവിടെ എൻ്റെ ഐലൻഡ് ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് നമ്മുടെ അതും ചെയ്യണം. അയ്യോ 16 മിനിറ്റ് ഗൈസ്, എനിക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അതിന് മുമ്പ് എൻ്റെ കോബിൾ സ്റ്റോൺ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും അതായിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മുടെ ചില സ്ഥലത്തൊക്കെ നമുക്കൊരു 6 സ്ലാബ് ഉണ്ടാക്കിയേക്കാം. ഒരു 6 സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ എപ്പിസോഡ് ഇതുകൊണ്ട് സ്റ്റോൺ ബ്രിക്സ് മാതിരി ഉണ്ടല്ലേ. നമുക്ക് സ്റ്റോൺ ബ്രിക്സേ ഉപയോഗിക്കുന്ന ഉണ്ടാക്കാൻ ഇച്ചിരി പാടല്ലേ. അതുകൊണ്ട് എല്ലാത്തിനും വ്യത്യസ്തതയായ ഇതല്ലേ, അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഇത് അടുപ്പിച്ച് വെച്ചാലോ? അടുപ്പിച്ച് വെച്ചാൽ അങ്ങനെയല്ലേ. അതുകൊണ്ട് നമുക്ക് സ്റ്റോൺ ബ്രിക്സ് അങ്ങനെ സെറ്റായിട്ടുണ്ട്. ആക്ഷൻ സ്റ്റഫ് ഇട്ടാൽ നമുക്ക് സ്മെൽറ്റ് ചെയ്യുന്നതിന് ഇച്ചിരി ഈസി ആക്കി ആക്ഷൻ സ്റ്റഫ്. അതുകൊണ്ട് ക്രാക്ക്ഡ് വെർഷനൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യാം. ബായല്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യില്ല, ഇനി എല്ലാം നമുക്ക് സ്ലാബാക്കി വെക്കാം അപ്പം തന്നെ. എന്നിട്ട് നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് അതേപോലെ ആക്കി വെക്കണം. ഇത് മൊത്തം പ്ലാങ്ക്സ് ആക്കട്ടെ. ഓഗ്ലോഗ് മൊത്തം പ്ലാങ്ക്സ് ആക്കിയിട്ട് ആക്കുക. കുറച്ച് ഓഗ്ലോഗ് കുറച്ച് മാത്രം എന്തുകൊണ്ട് ഒരു സ്റ്റാക്ക് കിടക്കട്ടെ. ഒരു സ്റ്റാക്ക് ബിർച്ച്, ഒരു സ്റ്റാക്ക് മതി. അല്ല, ബിർച്ച് മൊത്തം ആയിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ആവശ്യമില്ലാത്ത റീസോഴ്സസ് മൊത്തം വീട് പണിക്കും അങ്ങനെയുള്ള ഇതവിടെ അതുകൊണ്ട് ഇന്ന് നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും സെറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നോക്കിയിരുന്നോ, ഞാൻ എന്തായാലും സെറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, വീഡിയോ ഷെയർ ചെയ്യുക, അവരുടെ അടുത്ത് സബ്സ്ക്രൈബ് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പീസ് ഔട്ട്.